ലൂസിഫർ വരുന്ന സമയത്ത് ഡ്രഗ്സ് എന്ന് പറയുന്ന വിഷയം കേരളത്തിൽ ചർച്ചയായിട്ടില്ല. സമയം 2016-22 കാലത്തിലേക്ക് നോക്കുകയാണെങ്കിൽ 250 മടങ്ങ് കേസുകളാണ്, മയക്കുമരുന്ന് കേസുകളാണ് രജിസ്റ്റർ ചെയ്യപ്പെട്ടത്. അതേപോലെ ഒരു വിഷയം എമ്പുരാൻ സംസാരിക്കുന്നുണ്ടാവുമായിരിക്കും. ഡെഫിനറ്റ്ലി ഉണ്ടാവും. അപകടകരമായ വിധം ഉള്ള ഒരു ഇൻഫ്ലക്സ് നാർക്കോട്ടിക്സിന്റെ കാര്യത്തിൽ ഇന്ത്യയിൽ ഉണ്ടാവുമെന്ന് നേരത്തെ എനിക്ക് തോന്നി. അതില് നാർക്കോട്ടിക്സ് കാർട്ടൽസ്, നാർക്കോ കാർട്ടൽസ് രാഷ്ട്രീയവുമായിട്ട് ലോകമെമ്പാടുമുള്ള രാഷ്ട്രീയവുമായിട്ടുണ്ടാവുന്ന അവിഹിതമായ ബന്ധം അത് ഫണ്ടിങ്ങിലൂടെയും ഒക്കെ പല രീതിയിലും അത് പ്രൊവൈഡ് ചെയ്യും. അത് ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഒരു കോഴ്സ്. യൂഷ്വലി ഉള്ള ഫണ്ടിങ് സോഴ്സസിൽ നിന്ന് വിഭിന്നമായിട്ട് ലൂസിഫറിന്റെ തുടക്കത്തിൽ തന്നെ അതൊരു റിഫൈസ് ആയിട്ട് എഴുതിയും കാണിക്കുന്നുണ്ട്. ഗോവന്റെ ശബ്ദത്തിൽ അത് പറയുന്നു. അപ്പൊ അതൊരു വിപത്ത് വരുന്നു എന്നുള്ളത് മുൻകൂട്ടി കണ്ടു ചെയ്ത സിനിമ തന്നെയാണ്, എഴുതിയ തിരക്കഥ തന്നെയാണ്. അതുപോലെ നമ്മളെ അഫക്ട് ചെയ്യാൻ സാധ്യതയുള്ള കാര്യങ്ങൾ ഡെഫിനറ്റ്ലി എമ്പുരാനിലും കാണും. IUF നർക്കോട്ടിക് ഫണ്ടിംഗ് എടുത്താൽ അതിനെ പിൻപറ്റി കേരളത്തിലെ യുവാക്കളുടെ ഞരമ്പുകളിലൂടെ ഒഴുകാൻ പോകുന്നത് കേട്ടുകേൾവി പോലുമില്ലാത്ത ലഹരി മരുന്നുകളായിരിക്കും. പോലീസ് നിയമം ഇന്ന് ക്യാമ്പസുകളിലും സ്പോർട്സ് അക്കാദമികളിലും സിനിമാ സെറ്റിലും ഒക്കെ രഹസ്യമായി കൈമാറുന്നത് നാളെ പരസ്യമായ കച്ചവടമാണ്. സിനിമാക്കാരെ സർക്കസുകാരെ പോലുള്ള സോഫ്റ്റ് ആർട്ടിസ്റ്റിനെ പിടിക്കുന്നവരെ കൂട്ടിലടക്കാൻ വലിയ ഉച്ചര പോലീസിന് മേടിക്കും. മാത്രമല്ല ഈ ഡ്രഗ് കാർട്ടൽസ് ഇവിടെ നിന്ന് കൊയ്യുന്ന കോടിക്കണക്കിന് രൂപയുടെ ഡ്രഗ് മണി ഡയറക്റ്റായി ചെന്നെത്തുന്നത് ടെററിസ്റ്റ് ഗ്രൂപ്പ്സിന്റെ പോക്കറ്റുകളിലേക്കാണ്. രാഷ്ട്രീയം വെച്ച് നാട് വിളിച്ചതിനെ കുറിച്ച് പറയാനോ അവരെ തൊടാനോ പോലീസ് മീഡിയയിലും എന്നെ അറിയാവുന്നവരോട് ഞാൻ പണ്ടേ പറഞ്ഞിട്ടുണ്ട്, നാർക്കോട്ടിക്സ് ഇസ് എ ഡർട്ടി ബിസിനസ്. ഈ പണി സ്റ്റീഫൻ ചെയ്യില്ല, നീ ചെയ്യില്ല. നിനക്ക് വിശ്വസിക്കാൻ ഇഷ്ടമുള്ളത് മാത്രം വരുത്താൻ തുറന്നു വെച്ചിട്ടുള്ള 24/7 കുറെ വാർത്താ ചാനലുകൾ നീ അവരെ വെള്ളം തുറന്നു. മീഡിയ ഡെമോക്രസി